നിനക്കറിയോ ഖൈബർ യുദ്ധം? ഹജ്ജാജ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും സംഭവം. അതെ അതെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജനിച്ച നാട്ടിൽ ജീവിക്കാൻ സമ്മതിച്ചില്ല മുത്തുനബിയെ. അവിടെ നിന്ന് മദീനയിലേക്ക് നാടുവിടേണ്ടി വന്നു. അങ്ങനെ നബി തങ്ങള് ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുത്താൻ തീരുമാനിച്ചല്ലോ. അവിടെയും ഖുറൈശികൾ നബി തങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ലല്ലോ. ബദറും ഉഹദും ഹന്തക്കും കഴിഞ്ഞപ്പോൾ ഇസ്ലാമിൻ്റെ അന്നും ഇന്നും ശത്രുക്കളായിരുന്നു യഹൂദികൾ. മദീനയിൽ നിന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഖൈബർ എന്ന പ്രദേശം. ആ ഖൈബർ നാട്ടില് ആ സൈന്യാധിപന്റെ ഒരു രാജാവുണ്ടല്ലോ, അതിന്റെ പേര് നിനക്കറിയോ? ഇല്ല. അവരുടെ പേരാണ് മുറഹിബ്. അയാള് ദുഷ്ടനിൽ ദുഷ്ടനും ധീരനിൽ ധീരനുമാണ്. ഒരിക്കൽ മുർഹിബ് എന്ന രാജാവ് തൻ്റെ സദസ്സിൽ മന്ത്രിമാരെയും പട്ടാള നേതാവിനെയും വിളിച്ചു വരുത്തി. അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. പ്രധാനപ്പെട്ട കാര്യം മദീനയെ കുറിച്ചുള്ള ഒരു രസകരമായ ചർച്ച മുർഹിബ് പട്ടാള നേതാവിനോടും മന്ത്രിമാരെയും ചർച്ച വെച്ചു. അപ്പോ അവിടെ കുറച്ച് ജനങ്ങളും ഉണ്ടായിരുന്നല്ലോ. അപ്പോ ജനങ്ങളോട് രാജാവ് ചോദിക്കുന്നുണ്ട്, മദീന എന്നൊന്നും നിലനിൽക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹം? അപ്പൊ ജനങ്ങൾ പറഞ്ഞില്ലേ, അല്ലല്ലോ. അപ്പൊ രാജാവിന്റെ സഹോദരനല്ല, രാജാവിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മുറത്തിന്റെ ഡോറിൽ പോയി തട്ടി. എന്നിട്ട് മുറത്തിനോട് പറയുന്നുണ്ട്, നിങ്ങള് ഖൈബറിലെ നബി തങ്ങളുടെയും അലിയാരെയും തല കൊണ്ടുവരേണ്ട ആളെ നിശ്ചയിച്ചോ? അപ്പൊ മുറത്ത് പറയുന്നുണ്ട്. അപ്പൊ രാജാവ് ചോദിക്കുന്നുണ്ട്, ആരാണ് ആ ഭാഗ്യവാൻ? ഈ വാക്ക് നിങ്ങൾ ഓർത്തു വെച്ചോളിട്ടോ. അപ്പോ മുറത്ത് പറയുന്നുണ്ട്, ഇവനാണ് ആ ഭാഗ്യവാൻ. ആ ഭാഗ്യവാനാണ് ഹജ്ജാജ് റളിയല്ലാഹു അൻഹു. ഹജ്ജാജ് പോകാൻ തയ്യാറിക്കുമ്പോൾ ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു കടാര നിർമ്മിച്ചു. അതിൽ 18 തവണ വിഷം ചേർത്തൊരു തീയിലിട്ട് ഒരുക്കിയ കടാര. അത് നേരെ രാജാവിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, രാജാവ് ചോദിച്ചു, പോകാൻ തയ്യാറായില്ലേ? ഹജ്ജാജ് പറഞ്ഞു, തയ്യാറായി. അങ്ങനെ നാട്ടുകാർ യാത്രയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജാജിനോട് കുറച്ചു നേരം അവിടെ ഇരിക്കാൻ പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ മുന്നിലേക്ക് നീങ്ങി. പിന്നെ ഹജ്ജാജ് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം സ്വീകരിക്കാൻ തന്നെയല്ലേ വന്നത്? അതേ പറഞ്ഞതുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കസേര പൊട്ടി വീണു. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഇതൊരു വഹി, ജിബ്രീൽ അലൈഹിസ്സലാം വഹിയാണെന്ന് മനസ്സിലായി. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഇതിലെന്തോ ഒരു ഉഡായിപ്പുണ്ട്. എന്നിട്ട് നബി തങ്ങൾ ഹജ്ജാജിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നോട് ഇസ്ലാം സ്വീകരിക്കാനല്ലേ വന്നത്? അപ്പൊ ഹജ്ജാജ് അവിടുന്ന് ആ സത്യം പറയുകയാണ്, ഞാൻ ഇസ്ലാം സ്വീകരിക്കാനല്ല വന്നത്, ഞാൻ നിങ്ങളെയും ആ അലിയാരുടെയും തല എടുക്കാനാണ് വന്നത്. അത് കേട്ടതോടെ ഉമർ റളിയല്ലാഹു അൻഹു പ്രഷർ ഇളകിയില്ലേ. ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് സമ്മതം ചോദിക്കുന്നുണ്ട്, വെട്ടട്ടെ നബിയെ, ഞാൻ വെട്ടട്ടെ. നബി തങ്ങൾ പറഞ്ഞു, വേണ്ട. പിന്നെ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. അങ്ങനെ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരലോടുകൂടെ തക്ബീർ മുഴങ്ങാൻ തുടങ്ങി. മുസ്ലിങ്ങൾക്ക് ആവേശം കൂടിയില്ലേ. അങ്ങനെ നബി തങ്ങൾ ഖൈബറിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു ഖൈബറിലെ കാര്യങ്ങളൊക്കെ നബി തങ്ങളോട് പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ നബി തങ്ങൾ ചിന്തിച്ചു, ഹജ്ജാജിനോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ശത്രുത വെക്കുമ്പോൾ നമുക്കൊരു യുദ്ധം തുടങ്ങിയാലോ? അങ്ങനെ അവർ യുദ്ധാലോചനയിൽ പോയി മുഴങ്ങി. അവസാനം യുദ്ധം ഉറപ്പിക്കുന്നു. അങ്ങനെ ഹജ്ജാജിനെയും കൂട്ടി നബി തങ്ങൾ ഖൈബറിലേക്ക് നീങ്ങുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ വിവരം ഒരു യഹൂദിയായ മനുഷ്യന് അങ്ങ് രാജാവിനോട് പറയുന്നുണ്ട്. അപ്പൊ രാജാവ് പറയുന്നത്, ആ യഹൂദി മനുഷ്യൻ രാജാവിനോട് പറയുന്നത്, ഈ ഹജ്ജാജ് അവിടെ പോയി മുസ്ലിം ആയെന്നുണ്ട്. അപ്പോ ആ രാജാവ് പറയുന്നുണ്ട്, ഹജ്ജാജ് റളിയല്ലാഹു അൻഹു ഒരു കുതിരയുടെ മുകളിൽ നിന്നാണ് യാത്രയുടെ സഞ്ചരിച്ചത്. അപ്പൊ രാജാവ് പറയുന്നുണ്ട്,
മുസ്ലിം ആവില്ല, ഒരിക്കലും മുസ്ലിം ആവില്ല. കാരണം ഹജ്ജാജിന്റെ കുതിര മുസ്ലിം ആയാലും ഹജ്ജാജ് മുസ്ലിം ആവൂല. കാരണം ഹജ്ജാജ് റളിയല്ലാഹു അൻഹു അത്രയും നബി തങ്ങളോട് അത്രയും ശത്രുതയുള്ള ആളായിരുന്നു. അങ്ങനെ അവര് ഹൈബറിലേക്ക് ഇങ്ങനെ നീങ്ങി വരുന്നു. അപ്പോ ഹൈബറുകാരെ കോട്ടക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. അവർ പുറത്തിറങ്ങുന്നില്ല. കാരണം മറുഭാഗത്ത് ഹജ്ജാജല്ലേ, അവരുടെ എല്ലാ തന്ത്രങ്ങളും ഇപ്പുറത്ത് ഹജ്ജാജ് അറിയുന്നില്ലേ. എവിടെയാണ് ആ പട്ടാളക്കാർ താമസിക്കുന്നത്, എവിടെയാണ് ആയുധപ്പുര, എല്ലാ ഹജ്ജാജിനും അറിയുമല്ലോ. ഇതറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ഹൈബറുകാരെന്ത് ചെയ്തിട്ടുണ്ട്, ആ പുര അവരൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു ഈ സ്ഥലമൊക്കെ നബി തങ്ങളോട് പറഞ്ഞ് ഹജ്ജാജ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിനിറങ്ങുകയാണ്. അങ്ങനെ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു ഇറങ്ങി നല്ലോണം പോരാടി. പക്ഷേ ഹജ്ജാജ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് അമ്പിങ്ങനെ തുളച്ച് കയറുകയാണ്. സഹിക്കാൻ പോലും കഴിയുന്നില്ല. നബി തങ്ങൾ സങ്കടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു മരിക്കുന്നു. നബി തങ്ങളടുത്ത് കൊണ്ടുവരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ആരാണാ ഭാഗ്യവാൻ, ഇവനാണാ ഭാഗ്യവാൻ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കാണ്, ഇവൻ എന്തൊരു ഭാഗ്യവാൻ. കാരണം എന്താ, ഇസ്ലാം സ്വീകരിക്കുന്നു, യുദ്ധം ചെയ്യുന്നു, ഷഹീദായി മരിക്കുന്നു. എന്നിട്ട് നബി തങ്ങൾ ഹജ്ജാജിനോട് പറയുന്ന ഒരു വാക്കാണ്, നീ സ്വർഗത്തിലിരുന്ന് യുദ്ധം കണ്ടോളൂ. അവസാനം മുസ്ലിങ്ങൾ വിജയിക്കുകയാണ്. ആദ്യ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോരാടി, അതിൽ ആർക്കും വിജയമില്ല. രണ്ടാമത്തെ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു, അതിലും ആർക്കും വിജയമില്ല. മൂന്നാമത്തെ ദിവസം അലിയാര് തങ്ങൾ ഇറങ്ങുകയാണ്. അലിയാര് തങ്ങൾക്ക് ആ സമയത്ത് ചെങ്കണ്ണ് ബാധിച്ച് പിടന്ന് കിടക്കുകയാണ്. അത്രയും ചെങ്കണ്ണായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഇറങ്ങലോടുകൂടെ കൈബർകാരുടെ പ്രഗത്ഭ വ്യക്തികൾ ചത്തുപോവുകയാണ്. അങ്ങനെ കൈബറുകാരുടെ പ്രഗത്ഭ 7 വ്യക്തികൾ അലിയാർ അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ അവസാനം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും വിജയം കൈവരിച്ച് കൈബറിലെ അലിയാറിനെ പുലിക്കുട്ടി എന്ന് അറിയപ്പെടുന്നു. അപ്പോ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ അറിയാനും പഠിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും സലാം.